ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. DFM ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, ഡിവൈൻ കൂട്ടായ്മയുടെ ഈ ചാനലിലെ ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന തിരുവചനം, ഞാൻ ആ വചനം വായിക്കാൻ, നമുക്കത് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. അതാണ് ആ വചനം. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. 8-ാം വാക്യം പറയും, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കാൻ പറയുക? ആദ്യം ആ വചനമാണ് പറയുക. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് കരുതി അലറിക്കൊണ്ടിങ്ങനെ ചുറ്റി നടക്കുകയാണ്. നിങ്ങൾ സിംഹം വേട്ടയാടുന്നത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ അനിമൽ പ്ലാനറ്റ് ചാനലിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് ആടുകളും പശുക്കളും ഒക്കെയുള്ള ഗ്രൂപ്പിലേക്ക് ആ സിംഹം അത് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇരയ അത് വാച്ച് ചെയ്യും. പോകുന്ന വഴിക്ക് അത് എങ്ങോട്ട് പോകണു വേറെ ഒന്നും പിന്നെ ആ സിംഹം നോക്കുകയില്ല. താൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന അതേ മൃഗത്തെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാളും നല്ല ശക്തരായ ആരോഗ്യമുള്ള ഇറച്ചിയുള്ള വേറെ മൃഗങ്ങൾ വന്നാലൊന്നും സിംഹം അതിനെ ചാടി പിടിക്കത്തില്ല. ആരെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരെ മാത്രം അവൻ ഫോളോ ചെയ്യും. ആ സാഹചര്യം ഒത്തുകിട്ടുമ്പം അവൻ അതിനെ ചാടി പിടിക്കും. ഞാനിത് നിങ്ങളോടൊന്ന് പറയുന്നത്, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാം ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ആളാണ്, കർത്താവാണ് എൻ്റെ ഇടൻ, എനിക്കൊന്നിനും കുറവില്ലാതെ കർത്താവ് നോക്കിക്കോളും. എന്നിട്ടിങ്ങനെ കെയർലെസ് ആയിട്ട് ജീവിക്കും, യാതൊരുവിധ ശ്രദ്ധയില്ലാത്തവരായിട്ട്. ഒരുക്കമില്ല. രാവിലെ എഴുന്നേറ്റ് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലണം, നമ്മുടെ മക്കളെ രക്തത്തിന് സംരക്ഷണത്തിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെല്ലാം ശ്രദ്ധയുള്ളവരായിരിക്കാൻ, സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കപ്പിച്ചിലുള്ള ഈ ഇരിപ്പുണ്ടല്ലോ അതങ്ങ് മാറ്റി വെക്കണം. ചില ആളുകൾ അങ്ങനെയാണ്, എല്ലാം ദൈവം നോക്കിക്കോളും, പണിയുള്ളപ്പോൾ പണിക്കും പോവുകയല്ല, മറ്റു കാര്യങ്ങൾക്കും പോവുകയല്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യുകയല്ല. അവസാനം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഒന്നും ഉണ്ടാകുകയല്ല. പിന്നെ ദൈവത്തെയൊക്കെ ശപിക്കുന്നു, കർത്താവ് ഞങ്ങളെ നോക്കിയില്ല, സംരക്ഷിച്ചില്ല, ഞങ്ങളെ വേണ്ട വിധം മറ്റൊരു നോക്കിയില്ല, മറിച്ചോര് നോക്കിയില്ല, നമ്മുടെ സഭയിലുള്ളവർ നോക്കിയില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുക. സത്യത്തിൽ അങ്ങനെ ഒരു വെറുപ്പിൻ്റെ ഒരു നീരസത്തിൻ്റെയും ഒക്കെ ഒരു കാരണം ഉണ്ടാകാനൊരു കാരണം സാത്താൻ്റെ ഒരു കെണിയാണ്. ഇത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പോൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ പോയിൻ്റാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ് കർത്താവ് ഈ ഒരു സന്ദേശം കായലിന് നൽകുന്നത്. ആദത്തിൻ്റെയും ഹവയുടെയും ആദ്യത്തെ മകനാണ് കായൽ, കേട്ടോ. ദൈവം അത്ര സ്നേഹിച്ച് സൃഷ്ടിച്ചാണ് ആദത്തെയും ഹവയും. അപ്പോൾ അവരുടെ മകൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവം ശരിക്കും അവനെ നോക്കേണ്ടതാണ്. പക്ഷെ ദൈവം അവനെ നോക്കാൻ അവൻ്റെ വീട്ടുകാരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അതൊന്നും അല്ല അവൻ്റെ ശ്രദ്ധ. അവന് കിട്ടിയ സഹോദരൻ്റെ മേൽ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള അവൻ്റെ ഒരു വഞ്ചനാത്മകമായ ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായി. സാത്താൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ്റെ ആ വീക്ക്നെസ്സിനെ, അവൻ്റെ ആ ബലഹീനതയെ സാത്താൻ പ്രോത്സാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ കായൻ്റെ കാര്യം തീരും എന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം പർദീസായിന്ന് പുറത്തായതാണ് ആദവും ഹവ്വയും, എന്നിട്ട് പോലും ദൈവം കായലിൻ്റെ അടുത്ത് വരികയാണ്. ആ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും, കായൽ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവമാണ് ചോദിക്കുന്നത്, കേട്ടോ. നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാപം നിന്റെ മേൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. നിന്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കുകയാണ്, നിന്റെ മുഖം വാടിയിരിക്കുകയാണ്. കാരണം എന്താണ്? പാപം നിന്റെ മേൽ താല്പര്യം വെച്ചിട്ടുണ്ട്. അത് പടിവാതിക്കൽ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. നീ അതിനെ കീഴടക്കുന്നില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കുക. സാത്താൻ നിന്നെ ഉന്നം വെച്ചിട്ടുണ്ട്. നീ ചെറിയ പാപങ്ങൾ, ചെറിയ പാപസുഖങ്ങൾ, അങ്ങനെയുള്ള എന്തിനേലും പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ നിന്റെ ബലഹീനത പൂർണ്ണമാകുന്ന സമയത്ത് സാത്താൻ നിന്നെ അറ്റാക്ക് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാൻ, പ്രിയപ്പെട്ടവരെ, സമചിത്തരായിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ഉണർന്നു നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്വഴങ്ങി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ, സാത്താനെ ചെറുത്തു തോൽപ്പിക്കാൻ. കായൻ തോറ്റുപോയി. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടും അവൻ പോയ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമചിത്തത കൈവിടാതെ ദൈവത്തിന് മുമ്പിലായിരിക്കാം.
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ സമചിത്തതയുള്ളവരാക്കി മാറ്റണമേ. ശ്രദ്ധയോടെ ഉണർന്ന് ജീവിക്കുവാൻ, പിശാചിനെ അവനെ മനസ്സിലാക്കി അവൻ്റെ എല്ലാ പോരാട്ടങ്ങളെയും ചെറുത്ത് നിൽക്കുവാനുള്ള കൃപയെ അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തരും തരണമേ. ഒരു വിശുദ്ധ ജീവിതത്തിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആമേൻ.